ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ മെഗാ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കണ്ണനും മോഹിനിയും ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ നെഞ്ചിടിപ്പോടെ ഇരിക്കുകയാണ്. ഇതേ സമയം സിസ്റ്റർമാരാണെങ്കിൽ ധൃതി പിടിച്ചോടുകയും പരസ്പരം ടെൻഷനോടെ എന്തൊക്കെയോ സംസാരിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ കണ്ണൻ ചെന്ന് കാര്യം തിരക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല എന്ന് അവരറിയിക്കുന്നു. ഇതേ സമയം മഞ്ജുവും ലേഖയും വരുന്നുണ്ട്. ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയിട്ട് വരികയാണെന്ന് പറഞ്ഞുകൊണ്ട് ലേഖ കണ്ണന് നെറ്റിയിൽ പ്രസാദം തൊട്ട് കൊടുക്കുന്നുണ്ട്. തുടർന്ന് മഹിക്കും കുഞ്ഞിനും എങ്ങനെയുണ്ടെന്ന് ലേഖ ചോദിക്കുമ്പോൾ അവരൊന്നും പറയുന്നില്ല എന്നും എല്ലാവരും നല്ല ടെൻഷനിലാണെന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ അമ്പലത്തിൽ ചെന്നപ്പോൾ രണ്ടുപേരെ കണ്ടു എന്നും എൻ്റെ ഏട്ടനെയും അമ്മയെയും ഏട്ടത്തിയെ തള്ളി താഴെയിട്ടവൾ വിശേഷം അറിയിച്ച കാര്യമൊക്കെ ഞാൻ അവരോട് പറഞ്ഞു എന്ന് പറയുമ്പോൾ അതിലവന് വലിയ സന്തോഷമൊന്നും ഉണ്ടാകില്ല. അവന് സ്നേഹം പണത്തിനോട് മാത്രമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. ഇതേ സമയം അമ്മ ഇവിടെ നിൽക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ കരുണയെപ്പറ്റി ഞാൻ എന്തെങ്കിലുമൊക്കെ പറയേണ്ടതാണ്. എത്രയൊക്കെ ആയാലും മഹിയെപ്പോലെ തന്നെ സ്വന്തം മോള് തന്നെയല്ലേ കരുണ എന്ന് ലേഖ പറയുമ്പോൾ എനിക്കിപ്പോൾ അങ്ങനെയുള്ള സ്നേഹമൊന്നും അവളോട് തോന്നുന്നില്ല. അത്രയ്ക്കും ക്രൂരതയല്ലേ അവൾ ലക്ഷ്മി മോളോട് ചെയ്തത്. കുട്ടിക്കാലം തൊട്ട് അവൾ എന്നും ലക്ഷ്മി മോളെ ഉപദ്രവിക്കാനേ നോക്കിയിട്ടുള്ളൂ. അന്നൊന്നും ഞാൻ രണ്ടുപേരെയും വേർതിരിച്ച് കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അവൾ വിശേഷം അറിയിച്ചിട്ടും എനിക്കൊന്നും അവളോട് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ മോഹിനി. ഇതേ സമയം ഡോക്ടർ എലിസബത്ത് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കണ്ണനെ ഇടയ്ക്ക് വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ പോകുന്നുണ്ട്. ശേഷം ഒന്നും സംഭവിക്കില്ല മോളെ. ലക്ഷ്മി മോളെ സംബന്ധിച്ച് അവൾക്ക് എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും അവസാനം എല്ലാം തട്ടിത്തെറിപ്പിച്ച് പോകാറുണ്ട്. ഇതുവരെ അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണനെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ മോഹിനി. പിന്നീട് ദുർഗയാണെങ്കിൽ ഉണ്ണിയുടെ അടുത്ത് ചെന്നിട്ട് നീ കരുണമോളെ വിളിക്കണമെന്നും അല്ലെങ്കിൽ അവളെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ ഞാനൊന്നും വിളിക്കുന്നില്ല, അവൾക്ക് എന്നെ ഒരു വിലയില്ല എന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ ഇതൊക്കെ നീ വെറുതെ പറയുന്നതാണെന്നും ഇനിയിപ്പോൾ ചിലവൊക്കെ കൂടുമല്ലോ, അതൊക്കെയല്ലേ നിൻ്റെ മനസ്സിലിരിപ്പ് എന്ന് ദുർഗ ചോദിക്കുമ്പോൾ അതൊന്നും അല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ഉണ്ണി. ഈ സമയത്ത് നീ അവളെ പോയി കാണേണ്ടതായിരുന്നു എന്നും ദുർഗ പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു വിവരം അറിഞ്ഞപ്പോൾ തന്നെ നീ ആദ്യം അവളെ വിളിക്കണമായിരുന്നു. എന്തായാലും നീ അവളെ ചെന്ന് കാണണം, എന്നിട്ട് മനസ്സ് തുറന്ന് സംസാരിക്കണമെന്നെല്ലാം, അല്ലെങ്കിൽ കഴിവതും കൂട്ടിക്കൊണ്ട് വരണമെന്നെല്ലാം ദുർഗ പറയുമ്പോൾ അപ്പോൾ കണ്ണേട്ടനെ അറിഞ്ഞു കഴിഞ്ഞാൽ അതാകെ പ്രശ്നമാവില്ലേ. അവളെ മാത്രമല്ല നമ്മളെ എല്ലാവരെയും ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കുമെന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ നീ പറ്റുമെങ്കിൽ പോയി കാണ്, വേണമെങ്കിൽ ഞാനും നിന്നോടൊപ്പം വരാം എന്ന് പറയുന്നുണ്ട് കേട്ടോ ദുർഗ. പിന്നീട് കാണിക്കുന്നത് കണ്ണനും മോഹിനിയും മഞ്ജുവും ലേഖയെല്ലാം ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ ടെൻഷനോടുകൂടി നിൽക്കുകയാണ്. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റിയാൽ ഉടനെ തന്നെ സർജറി നടത്തേണ്ടതാണ്. ഇതിപ്പോൾ ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ ടെൻഷൻ അടിക്കുന്നു. അപ്പോൾ അത് തന്നെ ലേഖയ്ക്കും തോന്നുന്നുണ്ട്. ഇതേ സമയം തോമസ് സാർ വന്നിട്ട് കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നു. നമുക്ക് എന്തായാലും ഡോക്ടറോട് പോയി സംസാരിക്കാമെന്നും ഈ സമയത്ത് തൻ്റെ ഇടത്തോടെ നിൽക്കണമെന്നെല്ലാം ഡോക്ടർ പറഞ്ഞുകൊണ്ട് കണ്ണനെയും കൂട്ടി ഡോക്ടർ എലിസബത്തിൻ്റെ അടുത്തേക്ക് പോകുന്നു. പിന്നീട് മഹിക്കും കുഞ്ഞിനും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കണ്ണേട്ടന് പിന്നെ ജീവിച്ചിരിക്കാൻ പോലും തോന്നുന്നില്ല എന്നെല്ലാം ലേഖ പറയുമ്പോൾ ആ കരുണയെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് എനിക്ക്. ഒരു തവണ അവൾക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ടതാണ്, എന്നിട്ട് അവൾ വാവിട്ട് കരഞ്ഞതുമാണ്, എന്നിട്ടാണ് അവൾ ഏട്ടത്തിയോട് ഈ ചതി ചെയ്തത്. അവൾക്ക് അതിനുള്ള ശിക്ഷ കൊടുക്കണമെന്നെല്ലാം മഞ്ജു പറയുമ്പോൾ മഹിക്കും കുഞ്ഞിനും എന്തെങ്കിലും സംഭവിച്ചിട്ട് ആ നഷ്ടം നമുക്ക് പിന്നെ പരിഹരിക്കാൻ സാധിക്കുമോ ലേഖേ എന്ന് മഞ്ജു എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ലേഖ. പിന്നീട് പറഞ്ഞ സമയത്ത് സർജറി നടത്താൻ കഴിഞ്ഞില്ല എന്നും മഹാലക്ഷ്മിയുടെ ബോഡി വീക്കാണെന്നെല്ലാം ഡോക്ടർ പറയുന്നുണ്ട് കേട്ടോ കണ്ണനോട്. ഇത് കേൾക്കുന്ന തോമസ് സാറാണെങ്കിൽ താൻ ടെൻഷൻ അടിക്കേണ്ടതോ, മഹാലക്ഷ്മി നോർമലായി കഴിഞ്ഞാൽ സർജറി നടക്കില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അദ്ദേഹം. തുടർന്ന് മഹാലക്ഷ്മിക്ക് ഒന്നും സംഭവിക്കില്ല, ആ ഉറപ്പ് ഞാൻ തരാമെന്ന് ഡോക്ടർ പറയുമ്പോൾ അപ്പോൾ കുഞ്ഞിൻ്റെ കാര്യം എന്താ, എനിക്ക് മനസ്സിലായി, കുഞ്ഞിൻ്റെ കാര്യത്തിൽ വലിയൊരു പ്രതീക്ഷയൊന്നും വെക്കേണ്ട അല്ലേ എന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ കുഞ്ഞിനും ഒന്നും സംഭവിക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ തോമസ് സാറ്. ഇതുവരെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല എന്ന് ഡോക്ടർ പറയുമ്പോൾ അത് തന്നെ വലിയ ഭാഗ്യമല്ലേ എന്ന് പറയുന്നുണ്ട് തോമസ് സാറ്. താൻ മഹാലക്ഷ്മിയെ തൻ്റെ വീട്ടിൽ കൊണ്ടു നിർത്തിയപ്പോൾ വളരെയധികം സൂക്ഷിക്കണമായിരുന്നു. താനും മഹാലക്ഷ്മിയോടൊപ്പം അവിടെ നിൽക്കണമായിരുന്നു. പ്രത്യേകിച്ച് കരുണയെ മര്യാദ പഠിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ താൻ ഒരു കാര്യം ഓർക്കേണ്ടതായിരുന്നു. അവൾ പ്രതാപനും അവളുടെ മുത്തശ്ശിയും ചേർന്ന് വളർത്തിയ കുട്ടിയാണെന്ന്. അവളിൽ നിന്നും ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് താൻ മുൻകൂട്ടി കരുതണമായിരുന്നു എന്നെല്ലാം തോമസ് സാറ് പറയുന്നുണ്ട് കേട്ടോ. കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് സ്റ്റെപ്പിൽ നിന്നും തള്ളിയിട്ടത്. അതിന്
അവളുടെ അച്ഛനും അമ്മാവനുമാണ് ഇപ്പോൾ ലോക്കപ്പിൽ കഴിയുന്നത്. അവരോടൊപ്പം അവൾക്കും നല്ല ശിക്ഷ തന്നെ കൊടുക്കേണ്ടതായിരുന്നു. അത് കിട്ടാനുള്ള അർഹത അവൾക്കുണ്ടെന്നെല്ലാം ഡോക്ടറും പറയുന്നുണ്ട് കരുണയെക്കുറിച്ച്. നമ്മുടെ ജീവിതത്തിൽ നിന്നും വെട്ടിമാറ്റേണ്ടവരെയൊക്കെ മുറിച്ച് കളയണം എന്ന് ഡോക്ടർ തോമസ് സാറും പറയുന്നുണ്ട് കണ്ണനോട്. തുടർന്ന് എല്ലാം ദൈവത്തിൽ അർപ്പിച്ച് ഞാൻ തുടങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്നു. ദൈവാധീനമുള്ള കുട്ടിയാണ് മഹാലക്ഷ്മി, അതുകൊണ്ട് അരുതാത്തതൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തോമസ് സാറ് വീണ്ടും കണ്ണനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നീട് ദുർഗയുടെ കോള് കാണുന്നതും ആകെ ടെൻഷനാവുന്നുണ്ട് കരുണയ്ക്ക്. അമ്മ ഇനി എല്ലാം അറിഞ്ഞിട്ടാണോ വിളിക്കുന്നത് ഓർത്ത് കരുണ ആകെ പേടിക്കുന്നു. തുടർന്ന് കോൾ എടുക്കുന്നതും എല്ലാം അറിഞ്ഞു എന്ന് ദുർഗ പറയുന്നത് കേട്ട് പേടിച്ച് വിറയ്ക്കുന്നുണ്ട് കേട്ടോ കരുണ. ഇങ്ങനെ ഒരു സന്തോഷം ഉണ്ടായപ്പോൾ മോൾ എന്താ എന്നെ വിളിച്ച് വിവരം പറയാഞ്ഞത് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ലാതിരുന്നു, അതുകൊണ്ടാണ് പറയാതിരുന്നതെന്ന് കരുണ പറയുമ്പോൾ ആരാ പറഞ്ഞത്? മോള് ചെയ്തത് നല്ലൊരു പുണ്യപ്രവൃത്തി തന്നെയാണെന്നും ഞാൻ പലപ്പോഴും വിചാരിച്ച കാര്യമാണ് മോള് ചെയ്തത്. ഞാനോ എൻ്റെ മോനോ അത് ചെയ്തു കഴിഞ്ഞാൽ കണ്ണൻ ഞങ്ങളെ ഇവിടെ നിന്ന് ആട്ടി പുറത്താക്കും. മോളായതുകൊണ്ട് മോളോട് അവൻ ക്ഷമിക്കും. ഇനി അവളുടെ കുഞ്ഞു പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം മോളും ഉണ്ണിയും കൂടി ആ കുഞ്ഞിനെ ലാളിക്കുന്നതൊക്കെ കണ്ണനും മഹാലക്ഷ്മിയും കണ്ണ് തള്ളി നിൽക്കുമെന്നെല്ലാം ദുർഗ പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് കണ്ണൻ ഇടയ്ക്ക് വന്നിരുന്നു എന്ന് ദുർഗ പറയുമ്പോൾ തന്നെ അത് കേട്ട് വീണ്ടും ടെൻഷൻ ആവുന്നുണ്ട് കരുണയ്ക്ക്. അവൻ ഇവിടെ വന്നു എന്നും പൂജാമുറിയിൽ കയറി വിളക്ക് കൊളുത്തി വെച്ചിട്ട് പോയി, അതിൽ നിന്ന് തന്നെ എന്തോ ഒരു കുഴപ്പമുണ്ടെന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാമെന്നെല്ലാം ദുർഗ പറയുന്നുണ്ട്. തുടർന്ന് മോളിപ്പോൾ ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് ദുർഗ ചോദിക്കുമ്പോൾ ഞാൻ വരുന്നില്ല അമ്മയെന്ന് കരുണ പറയുന്നതും എന്നാൽ പിന്നെ വരണ്ട, മോളിവിടെ വന്നു കഴിഞ്ഞാൽ കണ്ണനും മഞ്ജുവും മോളെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട് എന്നും ദുർഗ പറയുന്നുണ്ട്. പിന്നീട് ദുർഗ വിളിച്ച കാര്യങ്ങളെക്കുറിച്ചെല്ലാം മുത്തശ്ശിയോട് പറയുന്നുണ്ട് കേട്ടോ കരുണ. ഇനി ദുർഗയെല്ലാം അറിഞ്ഞിട്ടാണോ വിളിക്കുന്നത് എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ അറിഞ്ഞിട്ടില്ലെന്നാണ് തോന്നുന്നത്, അല്ലെങ്കിൽ പിന്നെ ഇത്ര സ്നേഹത്തോടെ സംസാരിക്കൂ എന്നെല്ലാം കരുണ ചോദിക്കുമ്പോൾ ഇനി നാളെ പത്രത്തിലൊക്കെ വാർത്ത വന്നു കഴിഞ്ഞാൽ എല്ലാവരും എല്ലാം അറിയുമെന്ന് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. അപ്പോൾ പിന്നെ ഈ സ്നേഹമൊക്കെ പമ്പ കിടക്കുമെന്നും പറയുന്നു. ഇനി എനിക്ക് അയാളോടൊപ്പം ജീവിക്കാൻ വയ്യ മുത്തശ്ശി എന്ന് കരുണ പറയുമ്പോൾ അങ്ങനെ ഒന്നും ഒരിക്കലും പറയല്ലേ എന്ന് മുത്തശ്ശി പറയുന്നതും ഞാൻ അമ്മയാകാൻ പോകുന്നു എന്നുള്ള വാർത്ത അവിടെ ഇപ്പോൾ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു, എന്നിട്ടും എന്നെ ഒന്ന് വിളിക്കാനായിട്ട് അയാൾക്ക് തോന്നിയോ എന്ന് പറയുമ്പോൾ മോൾ അത് പറഞ്ഞത് ശരിയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇങ്ങനെ കാശ് പോലും ചിലവാക്കാത്ത ആളോടൊപ്പം ഇനി എനിക്ക് ജീവിക്കാൻ വയ്യെന്ന് പറഞ്ഞുകൊണ്ട് കരുണ വിഷമിക്കുന്നുണ്ട്. അപ്പം മുത്തശ്ശിക്കാണെങ്കിലും കരുണയുടെ ആ സങ്കടം കേട്ട് വല്ലാതെ തന്നെ വിഷമാവുന്നുണ്ട്. പിന്നീട് ഡോക്ടർ സർജറി തുടങ്ങുന്നതിന് മുൻപായിട്ട് മറ്റുള്ള ഡോക്ടേഴ്സിനോട് പറയുന്നുണ്ട്, നമ്മളുടെ മുന്നിൽ ഈ മാർഗമല്ലാതെ മറ്റൊന്നുമില്ല, അമ്മയെ നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റൂ. കുഞ്ഞിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ മഹാലക്ഷ്മിയുടെ ഭർത്താവിനോടോ ബന്ധുക്കളോടോ ഒന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും നമുക്കെല്ലാം ദൈവത്തിൽ സമർപ്പിച്ച് തുടങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് സർജറി സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതേ സമയം ഓപ്പറേഷൻ തിയേറ്ററിന് പുറത്ത് കണ്ണനും മോഹിനിയും മഞ്ജുവും ലേഖയും എല്ലാം ടെൻഷനോടുകൂടി തന്നെ ഇരിക്കുകയാണ്. ഇതേ സമയം മുത്തശ്ശിയാണെങ്കിൽ സന്ധ്യാദീപം കൊളുത്തി വെച്ചതിന് ശേഷം മഹാലക്ഷ്മിക്കിപ്പോൾ ഒരുപാട് സന്തോഷം നീ നൽകുന്നുണ്ടെന്നും ഇനി ഞങ്ങൾക്കും സന്തോഷിക്കാനുള്ള അവസരങ്ങൾ നൽകണമെന്നും മഹാലക്ഷ്മിയുടെ ആ കുഞ്ഞ് പോകണേ എന്നെല്ലാം പ്രാർത്ഥിക്കുന്നു. പിന്നീട് ഓപ്പറേഷൻ കഴിഞ്ഞ് കുഞ്ഞുമായിട്ട് നഴ്സ് വരുന്നുണ്ട്. പുലർച്ചെ 5:10 ജനനമെന്നും പെൺകുഞ്ഞാണ് എന്നുള്ളൊരു സന്തോഷ വാർത്ത കണ്ണനെയും മറ്റുള്ളവരെയൊക്കെ അറിയിക്കുന്നുണ്ട്. തുടർന്ന് മോഹിനിയാണെങ്കിൽ ആ കുഞ്ഞിനെ വാരിയെടുത്ത് സന്തോഷിക്കുന്നുണ്ട്. ഇതേ സമയം ഡോക്ടർ വന്നിട്ട് കുഞ്ഞിനെ അങ്ങനെ കൈമാറണ്ട എന്നും മാസം തികയാതെ പ്രസവിച്ചായതുകൊണ്ട് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട് എന്നും അതുകൊണ്ട് നഴ്സിനോട് കുഞ്ഞിനെയും കൊണ്ട് പോകാനും പറയുന്നു. തുടർന്ന് മഹാലക്ഷ്മി സേഫാണെന്നും പിന്നെ കുഞ്ഞിൻ്റെ കഴുത്തിലെ ഒരു മറുക് ശ്രദ്ധിച്ചില്ലേ, അത് കൊടിയ വിഷം ഉള്ളിൽ ചെന്നപ്പോൾ സംഭവിച്ചതാണെന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അതെന്തെങ്കിലും കുഞ്ഞിനെ എഫക്റ്റ് ചെയ്യുമോ എന്നെല്ലാം മഞ്ജു ചോദിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഒരു കുഴപ്പവും ഇല്ല എന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ ഡോക്ടർ. എന്തായാലും ദൈവം ഇവിടെ തുണച്ചു എന്നും ഓപ്പറേഷൻ തുടങ്ങുന്നതിന് മുൻപ് ഞങ്ങൾക്കൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല എന്നും ഡോക്ടർ പറയുന്നുണ്ട്. ശേഷം എല്ലാവർക്കും ചോക്ലേറ്റ് വാങ്ങി നൽകാനും ഡോക്ടർ പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് പോകുന്നു. പിന്നീട് ദൈവത്തിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അല്ലേ ഏട്ടാ എന്ന് മഞ്ജു ചോദിക്കുമ്പോൾ നന്ദി പറയേണ്ടത് ആ പോയ ഡോക്ടർക്കാണെന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. പിന്നീട് കണ്ണൻ
മാർക്കോയെ വിളിച്ച് ഒരു പെൺകുഞ്ഞിൻ്റെ അച്ഛനായി എന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കുന്നു. ശേഷം മാർക്കോ പറയാതെ തന്നെ നമ്മുടെ സിദ്ധിയായിട്ടുള്ള അമ്മയാണെങ്കിൽ മഹാലക്ഷ്മി പ്രസവിച്ചു അല്ലേ എന്ന് മാർക്കോയോട് ചോദിക്കുന്നുണ്ട്. തുടർന്ന് ആ കുഞ്ഞിൻ്റെ ജനനത്തിന് ഒരു പ്രത്യേകതയുണ്ടെന്നും ആ കുഞ്ഞിൻ്റെ ജനന നക്ഷത്രം കാർത്തിക നക്ഷത്രമാണെന്നും കണ്ണൻപോൻ്റെ നക്ഷത്രവും ആ കാർത്തികയാണെന്നും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് കുഞ്ഞിനെക്കുറിച്ച് ചില പ്രവചനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. തുടർന്ന് ആ കുഞ്ഞിനെ കാണാതെ തന്നെ ചില പ്രവചനങ്ങളൊക്കെ അമ്മ നടത്തുന്നുണ്ട്. ആ കുഞ്ഞിൻ്റെ ദേഹത്തുള്ള മറുകിനെക്കുറിച്ചും മാത്രമല്ല ആ കുഞ്ഞ് ഒരു സാധാരണ കുഞ്ഞായിരിക്കില്ല എന്നും കുറച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാകുമെന്നും അമ്മ പറയുന്നുണ്ട്. തുടർന്ന് മുത്തശ്ശി കരുണയോട് പറയുന്നുണ്ട്, ഈ സന്ധ്യാദീപം കൊളുത്തി വെച്ച് ഞാൻ പ്രാർത്ഥിച്ചത് മുഴുവൻ മഹാലക്ഷ്മിക്ക് ആ കുഞ്ഞിൻ്റെ കുഞ്ഞിക്കാല് കാണാൻ ഭാഗ്യമുണ്ടാവരുതേ എന്ന് തന്നെയാണെന്ന് പറയുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ചിലപ്പോൾ ഫലിച്ചെന്നിരിക്കുന്നു പറയുന്നുണ്ട് കേട്ടോ കരുണ. ഇനി അവളുടെ കുഞ്ഞ് പോയാലും മോളുടെ കുഞ്ഞിനെ വിട്ട് കളയരുത് എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. ഇതേസമയം ഇനി നല്ലൊരു വക്കീലിനെ കാണണമെന്നും കേസ് നടത്തണം, ചിലവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ വരവാണെങ്കിൽ ഒട്ടും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി വിഷമിക്കുന്നു. ഇതേസമയം മോഹിനി വരുന്നുണ്ട്. അപ്പോൾ മോഹിനിയോടായിട്ട് ആശുപത്രിയിലെ കാര്യം എന്തായെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി പ്രസവിച്ചു എന്നും പെൺകുഞ്ഞാണെന്നും പറയുമ്പോൾ അത് കേട്ട് ഇടുത്തി വീണതുപോലെ ആവുന്നുണ്ട് മുത്തശ്ശിയും കരുണയും. തുടർന്ന് പ്രതാപിനെ അറസ്റ്റ് ചെയ്ത കാര്യത്തെക്കുറിച്ച് എങ്ങാനും കണ്ണൻ എല്ലാവരും അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും എല്ലാം അറിഞ്ഞോളൂ എന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ മോഹിനി. തുടർന്ന് മോഹിനി നിനക്ക് കണ്ണനോടൊന്ന് പറഞ്ഞു നോക്കിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയില്ല, നിങ്ങൾക്കൊക്കെ നന്നാവാനായിട്ട് ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു, ഇനിയിപ്പോൾ എന്ത് വന്നാലും അതൊക്കെ നിങ്ങളുടെ കർമ്മഫലമാണെന്ന് തന്നെ നിങ്ങൾ വിചാരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മോഹിനി പോകുന്നു. ശേഷം മോളൊരമ്മയാകാൻ തയ്യാറെടുക്കുകയാണെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം, എന്നിട്ടും അവൾ അതിനെക്കുറിച്ച് ഒരക്ഷരം പോലും മോളോട് ചോദിച്ചില്ലല്ലോ എന്നെല്ലാം മുത്തശ്ശി പറയുമ്പോൾ എനിക്കതിലൊട്ടും വിഷമമൊന്നുമില്ല മുത്തശ്ശി, അവൾക്ക് ആകെ കൂടെ ഒറ്റ മോളലേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ അവരിൽ നിന്നും ഞാനിതൊക്കെ പ്രതീക്ഷിക്കുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ കരുണ. എന്നാലും അവൾക്ക് ഒരു കുഞ്ഞ് ജനിച്ചല്ലോ, നമ്മൾ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചില്ലേ എന്നെല്ലാം മുത്തശ്ശി പറയുമ്പോൾ നമ്മൾ ഇനിയിപ്പോൾ പ്രാർത്ഥിക്കാത്തതാണ് നല്ലത്, നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ നേർവിപരീതമായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നും കരുണ പറയുന്നു. പിന്നീട് മാർക്കോയെ വിവരം അറിയിച്ചപ്പോൾ അവന് വലിയ സന്തോഷമായി എന്നും ഒരു ഗുണ്ടയാണെങ്കിലും അവൻ്റെ മനസ്സ് വളരെ നല്ലതാണെന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ ലേഖയും അത് ശരിവെക്കുന്നുണ്ട്. ഇതേസമയം ദുർഗയോടും ഉണ്ണിയോടും കരുണയോടും മുത്തശ്ശിയോടും ഒക്കെ ഈ വാർത്ത അറിഞ്ഞാലുള്ള അവരുടെ പ്രതികരണത്തെക്കുറിച്ചെല്ലാം അവർ സംസാരിക്കുന്നുണ്ട്. മാത്രമല്ല പ്രതാപൻ്റെയും വാമദേവൻ്റെയും അറസ്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളും ലേഖ ഇതേസമയം എടുത്തിടുമ്പോൾ അവരെ രണ്ടുപേരെയും എന്തിനാണ് അറസ്റ്റ് ചെയ്തതെന്ന് മഞ്ജു കണ്ണനോട് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ നിന്നോട് പിന്നെ പറയാമെന്നും വീട്ടിലേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ പോകുന്നു. പിന്നീട് നിൻ്റെ അമ്മാവനെ പ്രതാപനേക്കാൾ ദുഷ്ടനാണ് നിൻ്റെ അമ്മാവനെന്നും മേഘൻ അയാളുടെ മകനായതിൽ വലിയ അത്ഭുതമില്ല എന്നും അതുകൊണ്ട് തന്നെ മേഘൻ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ തളർന്നു കിടക്കുന്നതാണ് നല്ലത് എന്നും ലേഖ പറയുന്നുണ്ട്. പിന്നീട് കരുണയാണ് മഹാലക്ഷ്മിയെ സ്റ്റെയർ കേസിൽ നിന്നും തള്ളി താഴെയിട്ടത്. എന്നിട്ടും പ്രതാപനെയും വാമനെയാണ് പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതെന്തിനാണെന്ന് ആലോചിച്ചിട്ട് ഉണ്ണിക്കും ദുർഗയ്ക്കും ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഇതേസമയം കണ്ണൻ വരുന്നു. അപ്പോൾ ലക്ഷ്മിക്ക് എങ്ങനെയുണ്ടെന്ന് ദുർഗ ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി എന്ന് കണ്ണൻ പറയുന്നത് കേട്ട് ഞെട്ടി വിറയ്ക്കുന്നുണ്ട് കേട്ടോ ദുർഗയും ഉണ്ണിയും. തുടർന്ന് എൻ്റെ മഹിയെയും കുഞ്ഞിനെയും അപായപ്പെടുത്താൻ വേണ്ടിയിട്ട് കരുണ ശ്രമം നടത്തിയെങ്കിലും ദൈവം അവർക്ക് രണ്ടുപേർക്കും ദൈവം ഒരു കാര്യം നിശ്ചയിച്ചിട്ടുണ്ടെന്നും അവർക്ക് രണ്ടുപേർക്കും ആയുസ് കൂട്ടി നൽകിയെന്നും കണ്ണൻ പറയുന്നുണ്ട്. തുടർന്ന് പ്രഗ്നൻ്റായി നിൻ്റെ ഭാര്യയെ നീ വിളിച്ചിരുന്നു എന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ വിളിച്ചിരുന്നു എന്ന് ഉണ്ണി പറയുന്നതും എന്നിട്ട് അവളൊന്നും പറഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ. ഇനിയിപ്പോൾ പ്രഗ്നൻ്റ് ആയ സ്ഥിതിക്ക് ചിലവുകളൊക്കെ കൂടുമല്ലോ, പണത്തിനെ മാത്രം സ്നേഹിക്കുന്ന നിനക്ക് അതൊന്നും താങ്ങാനായിട്ട് ഒരു താല്പര്യവും കാണില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. ഏതായാലും കരുണയെ പടിക്കകത്തേക്ക് കൂട്ടിക്കൊണ്ട് വരരുത് എന്നും കണ്ണൻ പറയുന്നുണ്ട്. എന്തായാലും പ്രതാപനെയും വാമദേവനെയും നാളെ വൈകിട്ടത്തോടെ കോടതിയിൽ കൊണ്ടുവരുമെന്നും കരുണ നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ എന്നെല്ലാം വീണ്ടും കണ്ണൻ ചോദിക്കുമ്പോൾ ഒന്നും പറയില്ല എന്ന് പറയുമ്പോൾ അവൾക്കും അവളുടെ മുത്തശ്ശിക്കും ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ അധികകാലമൊന്നും ഈ രഹസ്യം മൂടി വയ്ക്കാൻ കഴിയില്ല. നാളത്തോടെ നിങ്ങൾ മാത്രമല്ല ഈ ലോകം മുഴുവൻ ആ രഹസ്യം അറിയും. വാമദേവൻ എന്ന അസുരനും പ്രതാപൻ എന്ന അസുരനും ചേർന്ന് കാട്ടിക്കൂട്ടിയ വിക്രികളും ക്രൂരതകൾക്കും കോടതിയേക്കാൾ വലിയ ശിക്ഷയായിരിക്കും ദൈവം അവർക്ക് നൽകാൻ പോകുന്നത് എന്നും പറഞ്ഞിട്ട് കണ്ണൻ അവിടെ നിന്നും പോകുന്നു. കണ്ണൻ പറഞ്ഞതിൻ്റെ അർത്ഥമൊന്നും ഉണ്ണിക്കോ ദുർഗയ്ക്കോ മനസ്സിലാവുന്നില്ല. അപ്പോൾ ദുർഗ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ എന്തായാലും ഒരു കാര്യം മനസ്സിലായി,
പ്രതാപനും അമ്മാവനും ചേർന്ന് എന്തോ കാര്യങ്ങൾ തരികിട ഒപ്പിച്ചിട്ടുണ്ട്. അത് കരുണയുടെയും മുത്തശ്ശിയുടെയും സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ടെന്നും ഉണ്ണി പറയുന്നുണ്ട്. പിന്നീട് ദുർഗ സീമന്തിനെ വിളിച്ചു നോക്കിയിട്ടും കിട്ടുന്നില്ല. അപ്പോൾ ദുർഗ പറയുമ്പോൾ അതാണ് ഞാൻ അമ്മയെ പറഞ്ഞത്, എന്തൊക്കെയോ നമ്മളറിയാത്തതായിട്ട് നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ കരുണ ഇങ്ങനെ അടിമപ്പണി എടുക്കുമോ? മഹാലക്ഷ്മിയും കണ്ണേട്ടനും ഒക്കെ എല്ലാം അറിയാം. മഹാലക്ഷ്മി കരുണയെ ബ്ലാക്ക്മെയിൽ ചെയ്തതും അതുകൊണ്ട് തന്നെയാണ്. സഹിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് കരുണ മഹാലക്ഷ്മിയെ തള്ളി താഴെയിട്ടത് എന്ന് പറയുമ്പോൾ എങ്കിലും ആ കുഞ്ഞു പോയില്ലല്ലോ, നമ്മൾ അതിനു വേണ്ടി എത്ര പ്രാർത്ഥിച്ചതാണെന്ന് പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട്. തുടർന്ന് ഇനി കണ്ണൻ്റെ സ്വത്തിന് ഒരവകാശം കൂടിയായി എന്നും പറയുന്നുണ്ട് കേട്ടോ ദുർഗ. തുടർന്ന് മേഘേട്ടൻ എന്ന വൻമരം വീണു പോയതുകൊണ്ടാണ് നമുക്ക് ഇത്ര അടി പറ്റിയതെന്ന് ഉണ്ണി പറയുമ്പോൾ അവൻ്റെ കാര്യം നീ മിണ്ടി പോകരുത്. ഓർമ്മ വെച്ച കാലം മുതൽ മഞ്ജു അവനെയും മനസ്സിലിട്ട് നടന്നതല്ലേ, എന്നിട്ട് അവൻ നമ്മളെ എല്ലാവരെയും ചതിച്ചു. അവന് ആ ബന്ധത്തിലൊരു കുഞ്ഞുമില്ലേ, അവന് ദൈവം കൊടുത്ത ശിക്ഷയാണത്. പക്ഷേ അവൻ്റെ അച്ഛനാണ് എന്തിനാണ് അറസ്റ്റ് ചെയ്തതെന്ന് മനസ്സിലാവുന്നില്ല എന്ന് ദുർഗ പറയുമ്പോൾ രണ്ടുപേരും കൂടി എന്തോ ഒപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് കേട്ട് ഞെട്ടലോടെ നിൽക്കുന്ന ദുർഗയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്